ഹലോ ഫ്രണ്ട്സ്, PSC എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ രസതന്ത്രത്തിലെ ഗ്യാസസിനെ കുറിച്ചാണ് ഒന്ന് ഓടിച്ചു നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? എല്ലാവർക്കും നമുക്ക് സ്വാഗതം. ക്ലാസ്സിലേക്ക് പഠിക്കാം. വാതകങ്ങൾ. പ്രപഞ്ചത്തിൽ ഏറ്റവും സുലഭമായ മൂലകം ഏതാണടേ? ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ, ശ്രദ്ധിച്ചു കേൾക്കണം, പ്രപഞ്ചത്തിൽ ഏറ്റവും സുലഭമായ മൂലകം ഏതാ? ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഹീലിയം. കാലാവസ്ഥാ പഠനങ്ങളിൽ ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറയ്ക്കുന്ന വാതകം ഹീലിയം. പ്രപഞ്ചത്തിൽ ഏറ്റവും സുലഭമായ മൂലകം ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഹീലിയം. കാലാവസ്ഥാ പഠനങ്ങളിൽ ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറയ്ക്കുന്ന വാതകം ഹീലിയം. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ വാതകം ഹൈഡ്രജൻ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ വാതകം ഹൈഡ്രജൻ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം നൈട്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും സുലഭമായത് ഏതാ? അത് ഹൈഡ്രജൻ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം നൈട്രജൻ. അറ്റോമിക സംഖ്യ 1 ആയ മൂലകം ഹൈഡ്രജൻ. അറ്റോമിക സംഖ്യ 1 ആയ മൂലകം ഹൈഡ്രജൻ. സീറോ ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് അലസവാതകങ്ങൾ. സീറോ ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതാ? അലസവാതകങ്ങൾ. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഹൈഡ്രജൻ. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഹൈഡ്രജൻ. ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഡ്രൈ ഐസ്. ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഏതെന്ന് പറയുന്നത്? ഡ്രൈ ഐസ്. ഹരിതഗൃഹ പ്രഭാവത്തിന് പ്രധാന കാരണമായ വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ഹരിതഗൃഹ പ്രഭാവത്തിന് പ്രധാന കാരണമായ വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഏറ്റവും സുലഭമായ മൂലകം ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഹീലിയം. കാലാവസ്ഥാ പഠനങ്ങളിൽ ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറയ്ക്കുന്ന വാതകം ഹീലിയം. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ വാതകം ഹൈഡ്രജൻ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം നൈട്രജൻ. അറ്റോമിക സംഖ്യ 1 ആയ മൂലകം ഹൈഡ്രജൻ. സീറോ ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് അലസവാതകങ്ങൾ. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഹൈഡ്രജൻ. ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഡ്രൈ ഐസ്. ഹരിതഗൃഹ പ്രഭാവത്തിന് പ്രധാന കാരണമായ വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഹൈഡ്രജൻ സൾഫൈഡ്. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഹൈഡ്രജൻ സൾഫൈഡ്. ചീഞ്ഞ മത്സ്യത്തിൻ്റെ ഗന്ധമുള്ള വാതകം ഫോസ്ഫീൻ. ഫലങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാതക ഹോർമോണാണ് എഥിലിൻ. ഫലങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാതക ഹോർമോണാണ് എഥിലിൻ. ഐസ് പ്ലാന്റുകളിൽ ശീതീകരണത്തിനായി ഉപയോഗിക്കുന്ന വാതകം അമോണിയ. അറിയാലേ എല്ലാവർക്കും? ഐസ് പ്ലാന്റുകളിൽ ശീതീകരണത്തിനായി ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? അമോണിയ. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന വാതകം ഏതാടേ? ഓക്സിജൻ. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഓക്സിജൻ. അപ്പോൾ ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഹൈഡ്രജൻ സൾഫൈഡ്. ചീഞ്ഞ മത്സ്യത്തിൻ്റെ ഗന്ധമുള്ള വാതകം ഫോസ്ഫീൻ. ഫലങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാതക ഹോർമോൺ എഥിലീൻ. ഐസ് പ്ലാന്റുകളിൽ ശീതീകരണത്തിനായി ഉപയോഗിക്കുന്ന വാതകം അമോണിയ. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന വാതകം ഓക്സിജൻ. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഓക്സിജൻ. ഓക്സിജന്റെ 3 ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഉണ്ടായിരിക്കുന്ന പദാർത്ഥം ഓസോൺ. ഏതാണ്? 3 ഓക്സിജൻ ആറ്റം ചേർന്നത് ഏതാണ്? ഓസോൺ. അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകം സൾഫർ ഡൈ ഓക്സൈഡ്. അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകം ഏതാ? സൾഫർ ഡൈ ഓക്സൈഡ്. താജ്മഹലിൻ്റെ നിറം മങ്ങുന്നതിന് കാരണമായ വാതകം സൾഫർ ഡൈ ഓക്സൈഡ്. ആഗോള താപനത്തിന് കാരണമാകുന്ന പ്രധാന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകം ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ്. താജ്മഹലിൻ്റെ നിറം മങ്ങുന്നതിന് കാരണമായ വാതകമാണ് സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്.
അഗ്നിശമനങ്ങളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാടെ? കാർബൺ ഡൈ ഓക്സൈഡ്. ഇപ്പോൾ അമ്ലമഴയ്ക്ക് കാരണം സൾഫർ ഡൈ ഓക്സൈഡ്, താജ്മഹലിൻ്റെ നിറമങ്ങുന്നതിന് കാരണം സൾഫർ ഡൈ ഓക്സൈഡ്, ആഗോള താപനത്തിന് കാരണമാകുന്ന പ്രധാന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്, അഗ്നിശമനങ്ങളിൽ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്, ചുണ്ണാമ്പുകല്ല് ചൂടാക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്, ക്ഷാര സ്വഭാവമുള്ള ഏകവാതകം അമോണിയ. ക്ഷാര സ്വഭാവമുള്ള ഏകവാതകം അമോണിയ. അമോണിയ വാതകം കണ്ടെത്തിയത് ജോസഫ് പ്രീസ്റ്റ്ലി. അമോണിയ വാതകം കണ്ടെത്തിയത് ജോസഫ് പ്രീസ്റ്റ്ലി. ചിരിപ്പിക്കുന്ന വാതകം ഏതാണ്? നൈട്രസ് ഓക്സൈഡ്. പാചകവാതകത്തിൽ അതായത് LPGയിൽ പ്രധാനമായി അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് പ്രൊപ്പേനും ബ്യൂട്ടേനും. ബയോഗ്യാസിൻ്റെ പ്രധാന ഘടകം മീഥേൻ. CNG ആണെങ്കിലോ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിലെ പ്രധാന ഘടകമാണ് മീഥേൻ. വാട്ടർ ഗ്യാസിലെ ഘടകങ്ങൾ കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ. കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ. ഇപ്പോൾ ചുണ്ണാമ്പ് കല്ല് ചൂടാക്കുമ്പോൾ സ്വതന്ത്രമാകുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ക്ഷാര സ്വഭാവമുള്ള ഏകവാതകമാണ് അമോണിയ. അമോണിയ വാതകത്തെ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്റ്റ്ലി. ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ്. പാചകവാതകത്തിൽ LPGയിൽ പ്രധാനമായി അടങ്ങിയിരിക്കുന്നത് പ്രൊപ്പേനും ബ്യൂട്ടേനും. ബയോഗ്യാസിൻ്റെ പ്രധാന ഘടകമാണ് മീഥേൻ. CNGയുടെ പ്രധാന ഘടകമാണ് മീഥേൻ. വാട്ടർ ഗ്യാസിലെ ഘടകങ്ങളാണ് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും. പ്രൊഡ്യൂസർ ഗ്യാസിലെ ഘടകങ്ങൾ കാർബൺ മോണോക്സൈഡും നൈട്രജനും. വനസ്പതി നിർമ്മിക്കുവാൻ സസ്യ എണ്ണയിലൂടെ കടത്തിവിടുന്ന വാതകം ഹൈഡ്രജൻ. കോൾ ഗ്യാസിലെ പ്രധാന ഘടകങ്ങൾ കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ, മീഥേൻ. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകമാണ് ഏത്? നൈട്രജൻ. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകമാണ് നൈട്രജൻ. പിന്നെ ഏതാണടെ? ടപ്പ്, പോപ്പ് എന്നീ ശബ്ദങ്ങളോട് കത്തുന്ന വാതകങ്ങളാണ് ഏതെന്ന് പറയുന്നത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ജ്വലനത്തെ തടയുന്ന വാതകം ഏതാണടെ? കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണടെ? കത്താൻ സഹായിക്കുന്ന വാതകം അത് ഓക്സിജനാണ്. അപ്പോൾ ഈ ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകമാണ് ഏത്? നൈട്രജൻ എന്ന് പറയുന്നത്. പിന്നെ ജ്വലനത്തെ തടയുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. സിഗരറ്റ് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്ന വാതകമാണ് ബ്യൂട്ടേൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഗ്യാസിനെ കുറിച്ച് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഹൈഡ്രജൻ്റെ നിറം എന്താണ്? നീലയാണ് അല്ലേ? ഹൈഡ്രജൻ വാതകത്തിൻ്റെ നിറം നീല. നൈട്രജൻ്റെയോ? ചുവപ്പ്. അപ്പോൾ ഹൈഡ്രജൻ നീല, നൈട്രജൻ ചുവപ്പ്, പിന്നെ ഏതാ? നിയോണിൻ്റെ നിറം എന്താ? ഓറഞ്ചാണ്. ക്ലോറിൻ ആണെങ്കിൽ പച്ചയാണ്. അപ്പോൾ ഹൈഡ്രജൻ വാതകം നീല നിറം, നൈട്രജൻ വാതകം ചുവപ്പ് നിറം, നിയോൺ ഓറഞ്ച് നിറം, ക്ലോറിൻ പച്ച നിറം. ഓക്കെ അല്ലേ? ക്ലാസ് എല്ലാവരും നല്ലപോലെ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.